സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയും വീട്ടിൽ ജോലി ചെയ്യുന്ന പരിചാരകരുടെ മക്കളെയും അടിമക്കുട്ടികളെയും എല്ലാം ഒരേ കണ്ണുകൊണ്ട് വാത്സല്യത്തോടുകൂടെ നോക്കാൻ കഴിയുന്ന ആളുകൾ ആരാണ്? വളരെ കുറവായിരിക്കും അല്ലേ? എന്നാൽ പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ പ്രിയപ്പെട്ട മകളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിത്തട്ടിൽ ഇരുത്തുന്നു. ഒപ്പം പരിചാരകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ ഉസാമയെയും ചേർത്തി ഇരുത്തുന്നു. മടിയിൽ രണ്ട് വശത്തായിട്ട് ഇരിക്കുന്ന രണ്ടു പേരെയും അണച്ചു കൂട്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് ഇവരോട് രണ്ടുപേരോടും കരുണയാണ്, നീയും ഇവർക്ക് കരുണ ചൊരിയണമേ. സഹോദരങ്ങളുടെ മക്കളെപ്പോലും അന്യവൽക്കരിച്ച് മാറ്റി നിർത്തി സ്വന്തം സന്താനങ്ങൾ എന്ന സങ്കുചിതത്വത്തിൽ മാത്രം പരിമിതപ്പെടുത്തി ചെയ്യുന്ന ഇക്കാലത്ത് അല്ലേ, വീട്ടിലെ പരിചാരകന്റെ മകനെയും സ്വന്തം മകളുടെ മകനെയും ഒരുപോലെ കൂട്ടിപ്പിടിച്ച് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആ ഒരു നിമിഷം, ഒരവസ്ഥ നോക്കൂ. ഇനി അവിശ്വാസികളുടെ കുട്ടികളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങളുടെ വാക്കെന്താണ്? അവരും കുട്ടികളല്ലേ എന്ന ഒറ്റ വാചകത്തിൽ ആ നിലപാടിൻ്റെ കാരുണ്യം അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ച് അനാഥരെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ ചേർന്നിരിക്കുമെന്ന് സുവിശേഷം അറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം നോക്കൂ. പാവപ്പെട്ടവരെയും വിധവകളെയും വിധവകളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോർക്കളത്തിൽ പട വെട്ടുന്നവരെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്ക് വേണ്ടിയും വിധവകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവർ പകൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവരെ പോലെ മഹത്വമുള്ളവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. ആശ്വാസ പ്രവർത്തനങ്ങൾ ഉപചാരങ്ങളോ ഔദാര്യമോ അല്ല, മറിച്ച് കടമയും ബാധ്യതയുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം. ദുർബലരായ പാവങ്ങൾക്കിടയിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുക, അവർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ഭക്ഷണവും ഒക്കെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത്.